നമസ്കാരം. പാകിസ്ഥാനിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇപ്പോഴും അയവൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു വശത്ത് വളരെ തകൃതിയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പാകിസ്ഥാനോട് അനുകമ്പ തോന്നിയാലും ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ തന്നെ അത് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം കാലാകാലങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തീവ്രവാദം എന്നുള്ള പേര് പാകിസ്ഥാനിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാധ്യതയുമില്ല. കാരണം അത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലെ താമസക്കാരെ, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളെ തീവ്രവാദികളാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അതിന്റെ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള പ്രാസംഗികരെ അയക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 29-ന് താലിബാൻ വിരുദ്ധ പ്രതിരോധ സേനയായ അഫ്ഗാനിസ്ഥാൻ ഗ്രീൻ ഫ്രണ്ട്സ് പാകിസ്ഥാനിൽ നിന്നുള്ള മതപ്രഭാഷകർ എന്ന് വിളിക്കുന്ന ആളുകൾ കാബൂളിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യാനും അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാബൂളിലെ ജനങ്ങളിലേക്ക് ഈ ഭീകരവാദത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ തലച്ചോറിൽ അങ്ങനെയുള്ള ഒരു ഐഡിയോളജി, ആ പ്രത്യയശാസ്ത്രം കൂടുതൽ കരുത്തോടെ വളരുന്നതിന് വേണ്ടി ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഇതിനു മുൻപ് ജമ്മു കാശ്മീർ ആയിരുന്നു പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള തീവ്രവാദ പരിശീലന കളരി എന്ന് പറയുന്നത്. അവിടെയുള്ള സാധാരണക്കാരായ ഗ്രാമീണരെ, യുവാക്കളെയൊക്കെ ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മനസ്സ് മാറ്റിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് അടുപ്പിച്ച് അവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഒരു പതിവ് ശൈലി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അത്തരത്തിലുള്ള ഒരു ബ്രെയിൻ വാഷിങ്ങിനും ഉള്ള സാധ്യതകളില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം 2019 അവിടെ ഉണ്ടായിരുന്ന പ്രത്യേക അധികാരം, ഈ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതോടുകൂടി ഇപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവും പോലെ തന്നെയുള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ഒരു തീവ്രവാദത്തിനും അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുമുള്ള വളക്കൂറ് ഇന്ന് മണ്ണിനില്ല. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഇരകളെ അന്വേഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി തീവ്രവാദികളെ കണ്ടെത്താൻ അവർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് എത്തി അവിടെയുള്ള സാധാരണക്കാരായ യുവാക്കളെ, പ്രത്യേകിച്ചും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ കുത്തിവെക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കാബൂളിലെ സ്കൂളുകളിൽ പാകിസ്ഥാൻ മിഷണറിമാരുടെയും കൺസൾട്ടന്റുകളുടെയും ഒക്കെ നിർബന്ധിതമായ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അവരവിടെ എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഈ സന്നദ്ധ സംഘടനകളടക്കം ആരോപിക്കുന്നത്. കാബൂളിലെ സ്കൂളുകളിൽ പാകിസ്ഥാൻ മിഷണറിമാരുടെയും കൺസൾട്ടന്റുമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ക്ലാസുകളും നടന്നു വരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ഇനി അഫ്ഗാനിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള ആകാംക്ഷ കൂടി ലോകത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.